ഇപ്പൊ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും മനാഫ് എന്ന് പറയുന്ന മനുഷ്യനും തമ്മിലുള്ള ആ ഒരു വലിയ ചർച്ച. ഇന്ന് എല്ലാ ചാനലുകളും മീഡിയകളും ഇന്ന് അതിന്റെ പിറകെയാണ്. മനാഫ് എന്ന് പറയുന്നു, അർജുന്റെ കുടുംബം എന്ന് പറയുന്നു എന്ന വിഷയത്തിൽ. സത്യം പറഞ്ഞാൽ മനാഫിന്റെ ഓരോ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അർജുന സ്വന്തം സഹോദരനെ പോലെ, ആ കുടുംബത്തെ തന്റെ സ്വന്തം കുടുംബത്തെ പോലെ, അവിടുത്തെ അർജുന്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെയൊക്കെ സംസാരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ മനാഫ് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് ആ കുടുംബം അവിടെ നിന്ന് നിരാകരിക്കുകയാണ്. ചെയ്യാത്ത കാര്യങ്ങൾ മനാഫില്ല എന്ന് പറയുന്നു. ആ കുടുംബം പലതും മനാഫ് നമുക്കെതിരായിട്ട് ചെയ്തു എന്ന് പറയുന്നു. നമ്മളെ മുതലെടുക്കാൻ നോക്കുകയാണ് എന്ന് പറയുന്നു. അർജുന്റെ പേരിൽ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ പണം സമ്പാദിക്കാൻ വേണ്ടി നോക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ രീതികളിൽ ആ ഒരു മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവിടെ ചൂഷണം ചെയ്യാണ്. ഇത്രയും വർഷക്കാലം സത്യം പറഞ്ഞാൽ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സത്യസന്ധമായിട്ട് ഈ മനാഫ് എന്ന് പറയുന്നവന്റെ കൂടെയാണ് ജോലി ചെയ്തിട്ടുള്ളത്. അല്ലേ? ആ അർജുനനറിയാം ഈ മനാഫ് എന്തായിരുന്നു എന്ന്, മനാഫിനറിയാം എൻ്റെ അർജുൻ എന്തായിരുന്നു എന്ന്. ആ സ്നേഹബന്ധമാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇത്രയും 72ഓളം ദിവസം സത്യം പറഞ്ഞാൽ ആ ഒരു അർജുനന് വേണ്ടിയിട്ട് മനാഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആ ഗംഗാവാരി പുരയുടെ താരത്ത് അവിടെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് സഹോദരനെ കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങൂ എന്ന് പറയുന്ന ആ ഒരു വാക്കുമായിട്ട് അവിടെ കാത്തു നിന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ, എൻ്റെ സഹോദരനെ എങ്ങ് എടുത്തിട്ട് ആ ലോറി നിങ്ങൾ ആ വെള്ളത്തിലേക്ക് തന്നെ താഴ്ത്തിക്കോളൂ എന്ന് പറയാൻ മനസ്സ് കാണിച്ചൊരു മനുഷ്യനാണ് മനാഫ്. ഇത്രയും ആരോപണങ്ങൾ, പല പല ആരോപണങ്ങളും ആ സ്കൂട്ടറുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ അർജുന്റെ വണ്ടിയുമായി ബന്ധപ്പെട്ടും സ്കൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുമായിട്ടുള്ള ചർച്ചകൾ, ഒരുപാട് അർജുനു വേണ്ടി പിരിച്ചുകൊണ്ടു എന്നുള്ള ചർച്ചകൾ, ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ആ കുടുംബം ഇദ്ദേഹത്തിന് എതിരായി കൊണ്ട് ഉന്നയിച്ചിട്ടും അദ്ദേഹം പറയുന്നത് അവരാരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, അവർ പാപമാണ്. അർജുനന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അത് എന്റെയും അമ്മയാണ് എന്ന് ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? സത്യം പറഞ്ഞാൽ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു പോകുകയാണ്. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് കമന്റുകൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനാഫിന്റെ ഈ വാക്കുകൾ, ഓരോ ചാനലുകളും മനാഫിന്റെ വാക്കുകൾക്ക് താഴെയുള്ള കമന്റുകൾ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അർജുനന്റെ കുടുംബം, സഹോദരിയുണ്ട്, സഹോദരനുണ്ട്, അതേപോലെ തന്നെ അളിയനുണ്ട്, അമ്മയുണ്ട്, ഇവർക്കെതിരാണ് പല ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ മനസ്സിലാക്കണം സത്യം പറഞ്ഞാൽ. അല്ലെ? വളരെയധികം വേദനയേറിയ ഒരു സംഭവമാണ്. നമ്മൾ ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോൾ, നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുമ്പോൾ അവരെ തള്ളി പറയുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകരുത്. അത് ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ആരായിക്കോട്ടെ. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ആരാണ് ഒരു തുള്ളി വെള്ളം തരുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയില്ല. ഇപ്പൊ കണ്ടോ, അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളും മുഖ്യമന്ത്രിയെ വരെ തിരുവനന്തപുരത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് മനാഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പോയിട്ടുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ ചർച്ച നടത്താൻ വേണ്ടിയിട്ട്. അല്ലെ? മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ആ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ചെയ്തിട്ട് അർജുനന്റെ ചിതയൊരുക്കി ആ മനുഷ്യനെ അങ്ങ് അവരുടെ കർമ്മങ്ങൾ പ്രകാരം ആ മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് അവർ പറഞ്ഞയച്ച് അതിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ പൊതുവെ പറയാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വല്ലാത്ത വേദനിപ്പിക്കുന്ന, ലോക സമൂഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലെ? അർജുൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കാണാതായപ്പോൾ ലോകം മുഴുവനും ഉറ്റുനോക്കിയ വാർത്തയായിരുന്നത്. നമുക്കറിയാം, ചാനലുകളിൽ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര ആളുകളാണ് അർജുന് വേണ്ടിയിട്ട് പ്രാർത്ഥനയുമായിട്ടും അർജുന്റെ ന്യൂസുകൾ അറിയാൻ വേണ്ടിയിട്ടും അവിടുന്ന് കഷ്ടപ്പെട്ടിരുന്നത്, അവിടുന്ന് പ്രയത്നിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ ചില നമുക്കൊരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത വാർത്തകൾ വീണ്ടും പിന്നീട് കാണപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ
നമുക്ക് വല്ലാത്ത വേദന വന്നു പോകാൻ. അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ കുടുംബം ഇതിന്റെ എല്ലാ സത്യം മനസ്സിലാക്കാനുള്ള ഒരു ബോധം പടച്ച റബ്ബ് അവർക്ക് കൊടുക്കട്ടെ. മനാഫിന് അല്ലാഹു തആല ഖൈറും ബറക്കത്തും അല്ലാഹു കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്യുന്ന നന്മകൾ ആത്മാർത്ഥമായി നാളെ പരലോകത്ത് ഉപകരിക്കുന്ന നന്മയായിട്ട് അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അർജുന്റെ കുടുംബം പറയുകയുണ്ടായി, മനാഫിന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിലൂടെ ഈ വാർത്തകൾ ഇട്ട് ഫേമസ് ആകാൻ നോക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിന്റെ വരുമാനം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ടപ്പെടുന്ന രീതിയിലല്ല മനാഫിന്റെ ജീവിതം എന്ന് പറയുന്നത്. യൂട്യൂബ് ചാനലിന്റെ വരുമാനം കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയല്ല സത്യം പറഞ്ഞാൽ മനാഫിന്റെ ജീവിതം എന്ന് പറയുന്നത്. മനാഫിന്റെ ജീവിതം അത് വലിയ അദ്ദേഹത്തിന്റെ അല്ലാഹു തആല നിഅമത്ത് കൊടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ സമ്പത്തുണ്ട്, അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് വാഹനങ്ങളും സമ്പത്തും മറ്റൊരു വഴികളിലൂടെ വരാനുള്ള സ്രോതസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് അദ്ദേഹത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യൂട്യൂബ് ചാനലിന്റെ വരുമാനം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട. കണ്ടവരും കേട്ടവരും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണല്ലോ. സത്യം പറഞ്ഞാൽ അതാണ് യഥാർത്ഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥ. അത് മനസ്സിലാക്കുക. അല്ലാഹു തആല ബോധം നൽകട്ടെ. എന്തിനാണ് അദ്ദേഹം യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ ആരോപണങ്ങളില്ലാതെ സത്യസന്ധമായിട്ട് ലോക സമൂഹത്തെ അറിയിക്കുക എന്നതാണ്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, അർജുനന്റെ ആ ഒരു ശരീരം അവിടുന്ന് ലഭിച്ചതിന്റെ ശേഷം പിന്നീട് ഞാൻ അതുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ അത് ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ മനാഫിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടുന്ന് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വളരെ തുച്ഛം സബ്സ്ക്രൈബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് നോക്കുമ്പോ 2 ലക്ഷത്തിലേറെയാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് കൂടിയിട്ടുള്ളത്. അതിന്റെ താഴത്ത് ഒരുപാട് ആളുകളുണ്ട്. അർജുന്റെ കുടുംബം സത്യം പറഞ്ഞാൽ ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിയിച്ചു കൊടുത്ത് ജനങ്ങളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു പരസ്യമായി എന്ന രൂപത്തിലൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. എന്നിരുന്നാലും വല്ലാത്തൊരു വേദന എന്ന് പറഞ്ഞാൽ കേരളം മുഴുവനും ലോകം മുഴുവനും എന്ന് തന്നെ പറയാം ഒരുപാട് ചർച്ചയാക്കപ്പെട്ട ഈ ഒരു വിഷയം, ഈ ഒരു ചെറുപ്പക്കാരന്റെ മിസ്സിങ്, ഈ ഒരു ചെറുപ്പക്കാരനെ പിന്നെ അതിൽ നിന്ന് ലഭിച്ചതും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സത്യം പറഞ്ഞാൽ അത്രക്കും ജനം ഏറ്റെടുത്തൊരു വിഷയമായിരുന്നു. ഇപ്പൊ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇങ്ങനെയാണ്, വളരെയധികം വേദനയേറിയ വിഷയങ്ങൾ. അപ്പൊ ഇതൊക്കെ ജനം ഏറ്റെടുത്തിട്ട് അത്രയും അവിടുന്ന് ആ കുടുംബത്തെയും അതേപോലെ തന്നെ ഇതിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരെയും ജനങ്ങൾ അവിടുന്ന് കണ്ടറിഞ്ഞിട്ട് അവർ മനസ്സിനകത്ത് വല്ലാത്ത സ്നേഹത്തോടു കൂടിയിട്ട് അവരോട് പെരുമാറിയിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ന്യൂസും ഇങ്ങനെ ഒരു വാർത്ത വിളിക്കലും ചാനലുകാർ വരലും ഇതിന്റെ വിശദീകരണങ്ങളുമായിട്ടൊക്കെ പല രീതികളിൽ രംഗത്ത് വരലും പല ആരോപണങ്ങളുമായിട്ടൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആ കുടുംബത്തിന് തന്നെ അത് വലിയൊരു ആളുകൾ മോശമായിട്ട് കാണാൻ ഒരു രീതിയിലേക്കാണ് സത്യം പറഞ്ഞാൽ അത് എത്തപ്പെട്ടിട്ടുള്ളത്. വളരെയധികം വേദനയുണ്ട് ആ കാര്യങ്ങളിലൊക്കെ. നമ്മ ആര് തന്നെ ചേർത്ത് പിടിച്ചാലും, നമ്മ ആര് തന്നെ നമ്മ വിഷമങ്ങൾക്ക് കൂട്ടു നിൽക്കുമ്പോഴും നമുക്ക് അവരെ കൂടെ കാണാൻ കഴിയണം. ചില ആളുകൾ അങ്ങനെയാണ്, എത്ര നമ്മൾ ഉപകാരം ചെയ്താലും അവരോട് നന്ദി കെട്ടവരാകും. നന്ദി കെട്ടവരായിട്ട് നമ്മൾ മാറപ്പെടും. മനുഷ്യനെ കുറിച്ച് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, മൃഗങ്ങളെ കുതിരയെ കുറിച്ച് കുതിര തന്റെ യജമാനന് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ അടുത്ത് പറയുന്നുണ്ട് അല്ലെ, എന്തേ മനുഷ്യരെന്തേ നന്ദി കെട്ടവരായത്? മനുഷ്യരെന്താണ് നന്ദികേട് കാണിക്കുന്നത്? മനുഷ്യൻ കാണിക്കുന്ന നന്ദികേടാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വയം മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരോടൊപ്പം നിൽക്കാനും ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും നന്മ ജീവിതത്തിൽ കൊണ്ടുവരാനൊക്കെ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും സഹായം ചെയ്യുമ്പോൾ, നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അവരെ തള്ളിപ്പറയുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ആയ ഒരു ചിന്തയും ബോധവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവരുടെ മനസ്സും കൂടെ മനസ്സിലാക്കി നമുക്ക് ദൈവത്തിനോട് പടച്ച തമ്പുരാനോട് നമ്മൾ നന്ദി പറയുന്ന ഒരവസ്ഥയാകണം. നമുക്ക് ഉപകാരം ചെയ്യുന്നവരോട് നന്ദി പറയുന്ന അവസ്ഥയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമി ലോകത്ത് നൽകിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഒരുപാട് സഹായങ്ങൾ പടച്ച റബ്ബ് ഓരോ അടിമകൾക്കും ചെയ്യുന്നുണ്ട്. ഒരിക്കലും അല്ലാഹു തആല നേരിട്ട് വന്നിട്ടല്ല സഹായങ്ങൾ ചെയ്യുന്നത്. ദുനിയാവിലുള്ള ആളുകളെ കൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയാകാം, മറ്റുള്ളവരുടെ പ്രാർത്ഥനയാകാം,
ആകാം. മറ്റുള്ളവരാണ് പടച്ചുറപ്പിന്റെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിടുന്നത്. മറ്റുള്ള ആളുകളെ അല്ലാഹു തആല വിട്ടിട്ട് നമ്മെ സഹായിക്കും, 100% ഉറപ്പാണ്. അതുകൊണ്ട് സഹായിക്കുന്നവരുടെ മനസ്സ് കാണണം. ഒരിക്കലും മറ്റൊരാളെ നമ്മൾ കുറ്റപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്. അല്ലാഹു തൗഫീഖ് തരട്ടെ.